നമ്മൾ ഇന്ന് ഒരു പ്രധാനപ്പെട്ട ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയിരുന്നു. നേരത്തെ ഞാൻ പറഞ്ഞ കൊച്ചിയിലെ അപകടത്തിൽ കേസുമായി മുന്നോട്ട് പോകേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിയിട്ടുണ്ട്. ഈ കപ്പൽ അപകടം നടക്കുമ്പോൾ എന്തൊക്കെ നഷ്ടപരിഹാര സാധ്യതകളാണ് മുന്നിലുള്ളത് എന്നുകൂടി വളരെ പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം. അതായത് എണ്ണ പരന്നാലും ഈ അപകടം ഉണ്ടാകുമ്പോൾ ഏറ്റവും വലിയ ആശങ്ക എണ്ണ പരക്കുന്നു, അതോടൊപ്പം തന്നെ രാസവസ്തുക്കൾ പരക്കുന്നു. ഇത് രണ്ടും ഉണ്ടായാലും ആനുകൂല്യങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്, അതിനുള്ള നിയമങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷന്റെ മാർപോൾ കൺവെൻഷൻ അനെക്സ് 1 പ്രകാരം 2001 എണ്ണ മലിനീകരണവുമായി ബന്ധപ്പെട്ട ബംഗർ കൺവെൻഷൻ പ്രകാരവും നഷ്ടപരിഹാരം ഈടാക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇനി ദുരിതം അനുഭവിക്കുന്നവർക്കും അതോടൊപ്പം തന്നെ നഷ്ടപരിഹാരം ഈടാക്കാൻ കഴിയും. ഹസാർഡ്സ് ആൻഡ് നോക്സിയസ് സബ്സ്റ്റൻസ് കൺവെൻഷൻ, അതായത് HNS 2019 പ്രകാരവും നഷ്ടപരിഹാരം ഈടാക്കാൻ കഴിയും. അതോടൊപ്പം ഈ കടൽ ജീവികൾക്കുണ്ടാകുന്ന ശോഷണം പരിഹരിക്കാനുള്ള നഷ്ടപരിഹാരവുമുണ്ട്. 2007 നൈറോബിയിൽ ചേർന്ന സർവ്വദേശീയ സമ്മേളനമാണ് ഈ നഷ്ടപരിഹാരത്തിന് ശുപാർശ ചെയ്യുന്നത്. ഈ മലിനീകരണത്തിനും അതോടൊപ്പം തന്നെ നാശനഷ്ടത്തിനും കർശനമായും പിഴ ഈടാക്കാനുള്ള സാധ്യതയും നിയമസാധ്യത തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 1992 അന്താരാഷ്ട്ര സിവിൽ ലയബിലിറ്റി കൺവെൻഷൻ അനുസരിച്ചാണ് ആ ശുപാർശ നമ്മുടെ മുന്നിലുള്ളത്. അതോടൊപ്പം ഇതിനു പുറമെ സൊലാസ് കൺവെൻഷൻ കണ്ടെയ്നറുകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് 97 പ്രാബല്യത്തിൽ വന്നൊരു നിയമമുണ്ട്. അതോടൊപ്പം തന്നെ 88 സുവ നിയമവും 2001 ഫണ്ട് നിയമം തുടങ്ങിയവയും നിർണ്ണയിക്കുന്ന ആനുകൂല്യങ്ങളും ഇത് അനുസരിച്ച് നമുക്ക് ഈടാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരുപക്ഷെ കൊച്ചിയിലെ അപകടവുമായി ബന്ധപ്പെട്ട് നഷ്ടപരിഹാരം വാങ്ങാം, അല്ലാതെ കേസുമായി മുന്നോട്ട് പോകേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിയിട്ടുള്ളത്.